ഈശ്വരന്മാരെ, എൻ്റെ മകൻ മഞ്ജുവിൻ്റെ കല്യാണം ഇത്തവണയെങ്കിലും ഒന്ന് നടത്തി തരണേ. 25-ാം തവണത്തെ പെണ്ണുകാണലാണേ. ഇതെങ്കിലും നടത്തി തരണേ തമ്പുരാനെ. ഈ വീട്ടിലെ കഷ്ടപ്പാട് എന്ന് തീരുവോ തമ്പുരാനെ? ഒരു പെണ്ണ് വന്ന് കയറിയാലേ എന്റെ ഈ കഷ്ടപ്പാടിന് ഒരു അറുതി വരുള്ളൂ. ഓ, എന്ത് പറയാനാ, എന്റെ ബന്ധത്തിൽ നിന്ന് ഒരു ആലോചന വന്നതാ. അപ്പൊ ഈ തന്തേ മോനും കൂടെ പറഞ്ഞു ബന്ധത്തിൽ നിന്ന് ഒരു കുന്തം വേണ്ടെന്ന്. എന്നിട്ടിപ്പോ എന്തായി? അവക്ക് 4-ലും 5-ലും പഠിക്കുന്ന 2 പിള്ളേരായി. ഇവൻ ഇന്നും പെണ്ണ് കണ്ടു നടക്കുക. എടാ മഞ്ജുവേ, എടാ മഞ്ജുവേ, ഞാൻ ഈ പറയാൻ നീ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോന്നോ? എന്നും ഇതൊക്കെ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. നീ ആ ചാച്ചനെ ഒന്ന് വിളിക്കും. പെണ്ണ് കാണാൻ പോണ്ടല്ലേ നിനക്ക്? ചാം ചക്ക ചും ചക്ക ചും ചാം ചക്ക ചും ചക്ക ചുമരിച്ച് ചാച്ചാ ചാം ചക്ക ചും ചക്ക ചുമരിച്ച് ചാച്ചാ ചാം ചക്ക ചും ചക്ക ചുമരിച്ച് ചാച്ചാ 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 ചാച്ചാ. ആഹാ, ചാച്ചോ, ചാച്ചാ, ചാച്ചോ, ചാച്ചാ. അയ്യോ, ചാച്ചൻ പോയി. ചാച്ചാ, കൊണ്ണോടിയും വാച്ച് കൊടുത്തിട്ട് ഇയാൾ എവിടെ പോകുന്നു? എന്തോടാ മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കത്തില്ലേ? എന്റെ ചാച്ചാ, എന്നാ നിലവിളിയാടി. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന്. അതൊക്കെ തന്നെയല്ലേ നിന്റെ ആഗ്രഹവും. ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കാതെ അവന്റെ കൂടെ ഒരുങ്ങി ഇന്ന് പെണ്ണ് കാണാൻ പോണ്ടല്ലേ? ഞാനൊന്നുമില്ല പെണ്ണ് കാണാൻ പോ. ഇത് എത്രാമത്തേടാ? ഇതും കൂടെ കൂട്ടി 25-ാമത്തത്. അതവന് കൃത്യമായിട്ട് ചാച്ചൻ കൂടുതൽ പറയൊന്നും വേണ്ട. അമ്മച്ചീനെ അടിച്ചോണ്ട് വന്നില്ല. ചാച്ചനെ ഇപ്പൊ ഇതുവഴി ഇങ്ങനെ 25-35 ഒക്കെ കണ്ടോണ്ടാണ് തന്നെ. അറിയോ? നീ പോയി ചായ എടുക്ക. ആ ചായ അവിടെ പോയത്. ഓ, നീ എന്നെ കൊല്ലുവോടാ? എന്നെ ചേട്ടാ, എന്നെ ചേട്ടാ പറയുന്നേ. ഞാൻ എപ്പോ വന്നാലും ചേട്ടൻ ഉറക്കം തന്നെ ഉറക്കം. ഞാൻ ഓർക്കുന്നത് നിനക്കെന്താടാ? എനിക്കൊന്നും ഇല്ല ചേട്ടാ. എന്റെ പൈസ തന്നിട്ട് ഉറങ്ങിയ ചേട്ടാ. നിനക്ക് എത്ര തരാനുള്ളേ? 500 ചേട്ടാ, 500. 500 രൂപ, 500 രൂപ. അത്രയല്ലേ ഉള്ളൂ. വാടാ, ഇങ്ങോട്ട് വാ, വാടാ. നിക്കേ, 1 മിനിറ്റ്. എന്നെ ചേട്ടായി കാണിക്കുന്നത്? എന്നെ പണിയ ചേട്ടാ. കഴിഞ്ഞ മാസം പകുതി പത്രം വെള്ളത്തിൽ ചേട്ടാ, പൈസ താ. നനഞ്ഞ പത്രം ഞങ്ങൾ വായിച്ചത്. നീ നനഞ്ഞ പൈസ കൊണ്ട് പോയാൽ മതി. വാർത്തകൾ. സ്കൂളിൽ പോയ +2 വിദ്യാർത്ഥിനി തിരികെ വീട്ടിലെത്തിയില്ല. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. ഓ, ഈ പെൺപിള്ളാരെ കൊണ്ട് തോറ്റു. കള്ളും പിടിക്കുന്നില്ലല്ലോ. ആഹാ, നീ പത്രം വെച്ചോണ്ടിരിക്കണോ? നീ ഇതിന് ഒരുങ്ങിയില്ലേ? നിന്നെ നോക്കി വോട്ട് നിൽക്കുന്നില്ല. നിങ്ങൾക്ക് അറിയാവോ? വോട്ട് നിൽക്കണ്ട, നീ ഇരിക്കേ. എടാ, നമ്മുടെ നെടുങ്കാട്ട ജോയിക്കുട്ടിയില്ലേ? നമ്മുടെ ജോയിക്കുട്ടി. അവൻ ബോട്ടുമായിട്ട് വരാൻ പറഞ്ഞു. നമുക്ക് അതിലങ്ങ് പോവാം. പോയേക്കാ. ഈ വല്ലതും കഴിച്ചോ? ഇല്ല. വാ. എടാ, കട്ടിലേ വെച്ചിട്ടുണ്ടടാ. നീ അവിടെ നോക്കിയേ. എടാ, നീ മുന്നേ എന്നാലും നിനക്കൊന്നും കണ്ണും കാണത്തില്ല. അവിടെ നോക്ക്, അവിടെ വെച്ചിട്ടുണ്ട്. എടാ മഞ്ജുവേ, നിനക്ക് എന്നെ പറ്റിയാ? ആ പൂച്ച കുറുകെ ചാടിയെന്ന്. ഇന്നത്തെ കാര്യം 3 വരെ മണ്ടി കയറി. വാ 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 വാ, എല്ലാരും നടക്ക്. അമ്മേ, പോയിട്ട് വരാം കേട്ടോ. ശരി മോനെ. വാ, പുറകെ ചെരുപ്പ് ഇട്ടോണ്ടിരിക്കുക. നിന്റെ ബിസിനസും കാര്യമൊക്കെ എന്തായി? ഓ, എന്തോ ചെയ്യാൻ. മാമന്റെ കൂടെ കൂടി ഒരു കുളം ചോദിച്ചു മീൻ കൃഷി തുടങ്ങിയത്. എന്നിട്ട് അതെന്തായി?
ഓ അത് കൊള്ളാം. എന്തെങ്കിലും പണിയെടുത്ത് ഇരിക്കാന്ന് വെച്ചാൽ ബംഗാളിയിലോട്ട് ആ അത് ശരിയാണ്. നിന്റെ പ്രോഗ്രാം ഉണ്ടോ വരുന്നത്? കുറെ ആയാലും കണ്ടിട്ട്. ചേട്ടാ എന്റെ പെണ്ണ് കാണുന്ന കാര്യം എന്താ? പെണ്ണ് ഓട്ടം കഴിഞ്ഞു വരട്ടാ. പെണ്ണ് ഓട്ടം കഴിഞ്ഞു വരട്ടെ. പെണ്ണിന്റെ അപ്പൻ ഡ്രൈവറാ. ഓടി വരട്ടെ. അടുത്ത ആഴ്ച തന്നെ ഞാൻ പെണ്ണ് കാണിച്ചിരിക്കും. മനസ്സിലായോ? ഓക്കെ മോനെ ഈ വണ്ടി പുള്ളി എടുക്കണം. വരാനൊക്കെ നടക്കുവാണ്. എന്താ പറയാ? ലക്ഷങ്ങളെ പെണ്ണിനെ ഞാൻ കാണിച്ചു പറയോ? ഇയാൾ എന്നാ ചാച്ചയെ പറയുന്നത്? കല്യാണം നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞേ. ചാച്ചന്റെ കൂട്ടുകാരനായതുകൊണ്ട് മാത്രം ഞാൻ വെറുതെ വിടുന്നു. എന്നാലും നടന്നില്ലെങ്കിൽ നീ വിഷമിക്കണ്ട, അവനിപ്പോ കണ്ടുവച്ചിരിക്കാൻ നല്ലൊരു കുട്ടി. ചാച്ചോട്ടു കുറെ നാളായാലും ഒരേ വീട്ടിൽ കയറി ചായ കുടിക്കാൻ തുടങ്ങട്ടെ. ഇത് ഇന്നുകൊണ്ട് തീരുവോ? നീ കൂടുതൽ മുണ്ടോ കേട്ടോ. നിനക്കൊന്നും ഉണക്കത്താന്നില്ല. നീ അത് ഞാൻ അനുഭവിക്കുന്നുണ്ട്. എന്റെ കാര്യം എന്താവോ എന്തോ. അത് കണ്ടറിയാം. കൊണ്ടറിയാം. അപ്പളേ പറഞ്ഞാലേ ഇവനെ ഓട്ടം വിളിക്കില്ലെന്ന്. നീ കൂളൊന്നും മൂളൊന്നും വേണ്ട കേട്ടോ. എടാ മഞ്ജുവേ, ഈ പുള്ളി അതും ഇതൊക്കെ പറയും. നീ പോയി പെണ്ണും പെണ്ണിനെ അവരുടെ വീട്ടുകാരെ അവരുടെ ചുറ്റുപാടെല്ലാം വൃത്തിയായി കണ്ടോണം. എടാ ഈ കാണുന്ന പാടം പറമ്പൊക്കെ എന്റെ വല്യപ്പന്മാരായിരുന്നു. ഇത് ഈ പാടത്തെ ഒത്തിരി ഓടി കളിച്ച ഞങ്ങള്. ബാബുചേട്ടു വണ്ടി നിന്ന് പോയാലേ തള്ളാൻ ഒരാളൂടെ ആയി കേട്ടോ. ഹലോ സെലീൻ, ഞാൻ ക്രിസ്റ്റിയാണ്. ഹലോ ക്രിസ്റ്റി പറയൂ. അവളെ എന്നെ കാത്ത് ബോട്ട് കെട്ടി ഇരിപ്പുണ്ട്. അവളെ പറഞ്ഞ് വീട്ടിൽ വിട്ടേക്ക്. എന്താ ക്രിസ്റ്റി ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ പറഞ്ഞൊന്നും കേൾക്കാതെ വെറും കൈയോടെ വന്നിടുന്നു. എനിക്ക് വേണ്ട. ഇത്രയും നാള് പ്രേമിച്ചത് ഇതിനായിരുന്നോ? ഞാൻ ഫ്രോഡ് തന്നെയാ. ഇനി നിങ്ങൾ ആരും എന്നെ കാണത്തില്ല. ഇവളുടെയൊക്കെ പറയാൻ നടന്ന് എൻ്റെ സമയം പോയി. എന്തു പറയാനാ? അവളുടെ സ്വത്ത് കണ്ടുകൊണ്ട് തന്നെയാ ഞാൻ അവളെ പ്രേമിച്ചത്. ഒന്നുമില്ലാതെ വന്നവളെ സ്വീകരിക്കാൻ ഞാനത്ര മണ്ടനൊന്നുമല്ല. ഒരു ടിക്കറ്റ് ഇല്ല എടുക്കാം. വേണ്ട ചേട്ടാ വേണ്ട. ഹലോ എടി സോന, നീ വിഷമിക്കരുത്. അവൻ നിന്നെ ചതിക്കുകയായിരുന്നു. സോന, നീ കാത്തിരുന്ന ക്രിസ്റ്റി നിന്നെ കൊണ്ടുപോകാൻ വരില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി നീ വീട്ടിൽ പോകണം.
ഇല്ലാത്ത ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. യുവർ പ്രസൻസ് ഈസ് ദ റിതം ഓഫ് മൈ ഹാർട്ട്. ചേട്ടായി, ചേട്ടാ എന്തിനാ കിടന്ന് വിഷമിക്കുന്നേ? അവൾ എവിടെ പോയെന്ന് പറഞ്ഞാലും 24 മണിക്കൂറിനുള്ളിൽ ജീവനോടാണേലും അല്ലേലും അവനെ അവളെ ഇവിടെ കൊണ്ടുവന്നിരിക്കും. വാടാ മക്കളെ, വണ്ടി എടുക്കാം. നിക്കടാ അവിടെ. കൊന്നും കൊലവിളിച്ചും ഈ കണ്ടതൊക്കെ ഉണ്ടാക്കിയില്ലേ? എന്തിനാടാ? ഒരു നിമിഷം കൊണ്ട് എല്ലാം പോയില്ലേടാ? അവളെ എവിടെ പോയാലും വിളിച്ചോണ്ട് പോവാ. ചെല്ല്. അപ്പാ, ഞങ്ങൾ ജനിച്ച കാലം മുതൽ അപ്പം പറഞ്ഞത് കേട്ടാ ഞങ്ങൾ വളർന്നു. ഈ ഒരു കാര്യത്തിൽ എനിക്ക് തീർപ്പുണ്ട്. എടാ, അമ്മ മരിച്ച കാലം മുതൽ നീയൊക്കെ അല്ലേടാ അവളെ വളർത്തിയത്. അവൾക്കിഷ്ടമുള്ള ആരെയായാലും എന്തു കുറവുണ്ടായാലും നമ്മുടെ സ്വത്തിനു മുമ്പിൽ ഒന്നുമല്ലടാ. നീ ചെല്ല്. അവളെവിടെ പോയാലും വിളിച്ചോണ്ട് പോവാ. എടാ ബാ, അപ്പൻ പറഞ്ഞതിന് എതിർവാക്കി ഇതേവരെ ആരും പറഞ്ഞിട്ടില്ല. നീ വാ, വണ്ടി കയറ്. അങ്കളെ വാ. സെലിൻ, ഞാൻ ചാക്കോച്ചനാണ്. സോന വീട്ടിലൊരു കത്തെഴുതി വെച്ചിട്ട് അവൾ എങ്ങോട്ടോ പോയിരിക്കുകയാണ്. ചേട്ടായി, അത് അവൾ രാവിലെ എന്നെ വിളിച്ചിരുന്നു. അവളെപ്പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ അതൊന്നറിയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ബോട്ട് ചിട്ടിയിൽ നിന്നാണ് വിളിച്ചത്. മെഡിക്കൽ ക്യാമ്പോ മറ്റോ ഉണ്ടെന്നാണ് പറഞ്ഞത്. മറ്റൊന്നും എനിക്കറിയില്ല. ശരി. ഹലോ എടി, ചേട്ടായി എന്നെ വിളിച്ചിരുന്നു. നിന്നെ അന്വേഷിച്ച് അവരുടനെ എത്തും. ഈ കാര്യം നമുക്കല്ലാതെ വേറെ ആർക്കും അറിയില്ല. നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം. പാപ്പച്ചേട്ടാണല്ലോ. ദിനേശ, പാപ്പച്ചേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം കൊണ്ടാ വന്നിട്ട് പറയാം. പാപ്പൻ ചേട്ടാ, പെണ്ണ് കാണാൻ ഞാനും വരട്ടെ? നീ വരണ്ട. നീ എല്ലാം വീട്ടിൽ ചായ കുടിക്കണ്ട. എന്തായാലും പാപ്പച്ചേട്ടാ, ഒരു ചായ ലോട്ടറി കുടിക്കാൻ എടുത്തിട്ട് വന്നിരിക്കുന്നു. നീ തന്നതല്ലേ, ഏതായാലും ഇരിക്കട്ടെ. ബാക്കി നീ എന്തായാലും വെച്ചോ. ഇന്ന് ഭാഗ്യം പാപ്പച്ചേട്ടൻ്റെ കൂടെ. നീ പോ മോനെ ദിനേശ. പാപ്പച്ചേട്ടാ, ആ. ആ കൊച്ചിന്ന് രാവിലെ തൊട്ട് ഇവിടെ വന്നിരിക്കുക. ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി. ആ കൊച്ചോ? പാപ്പച്ചേട്ടൻ ചോദിച്ചു. ഓ, ഈ നാട്ടിലെ എല്ലാ ഇതല്ലേ എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. 25 എണ്ണം നമ്മൾ കണ്ടു. അതെല്ലാം കയ്യിൽ ആ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ടല്ലോ. മോളെ, എന്താ മോളെ ഇവിടെ ഇരിക്കുന്നേ? എന്ത് പറ്റി? വീട്ടിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയായിരിക്കും അല്ലേ? സാരമില്ല, ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഇങ്ങനെയാ. അതെല്ലാം കയ്യിലിരിപ്പുണ്ടല്ലേ? മോടെ വീട് എവിടെയാ? കയ്യിൽ വെച്ചേക്കാം. തേവലക്കര. ആ, തേവലക്കരയാ അല്ലേ? അത് ഞങ്ങൾ പോകുന്ന വഴിക്കല്ലേ? മോളൊരു കാര്യം ചെയ്യും, ഞങ്ങളോട് വാ, മോളെ വീട്ടിൽ കൊണ്ടുവിടാം. മോളെ ചെല്ലു. മോളെ ഇവിടെ ഇരിക്കുന്ന അത്ര ശരിയല്ല. അവരോട് ചെല്ലു. പാപ്പച്ചേട്ടാ, എത്തി എത്തി. എത്ര നേരമായടാ? എന്നാ ഉണ്ട്? എന്താടാ താമസേ? മോളെ വാ. എടാ മഞ്ജു, വാടാ. അയ്യോ. വാടാ,
വേഗം പോയേക്കാം, സമയം പോയി. മഞ്ജുവേ ശരി. സൂക്ഷിച്ചു കയറണം. മുന്നോട്ടങ്ങ് പോയേക്കാം. അതെ, ഞാൻ ചോദിക്കുന്നോണ്ടൊന്നും തോന്നില്ല. കുറച്ച് സമയമായിട്ട് ഇവിടെ വിഷമിച്ചിരിക്കുന്ന കണ്ടിരുന്നു ചോദിക്കുക. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വിഷമമുണ്ടെങ്കിൽ ആരോടെങ്കിലുമൊക്കെ അതൊന്ന് ഷെയർ ചെയ്താൽ ഒരാശ്വാസം ഉണ്ടാവും. എന്നോട് പറയാൻ സാധിക്കുന്നതാണെ പറയാം കേട്ടോ. പാൻഡമിക് കാലങ്ങളിൽ ഞങ്ങളുടെ മെഡിക്കൽ ക്യാമ്പുകളിൽ സജീവമായിരുന്നു ക്രിസ്റ്റി. മറ്റുള്ളവരെ സഹായിക്കലും മറ്റും മുന്നിലായിരുന്നു ക്രിസ്റ്റി. ആ പരിചയമാണ് ഞങ്ങളെ പ്രണയത്തിലേക്ക് നയിച്ചത്. സമ്പന്നനായിരുന്ന അയാൾ വളരെ സാധാരണക്കാരനെ പോലെയായിരുന്നു. അതായിരുന്നു ക്രിസ്റ്റിയിലേക്ക് എന്നെ അടുപ്പിച്ചത്. ഞങ്ങളുടെ മെഡിക്കൽ ക്യാമ്പുകളിലും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സജീവമായിരുന്നു. ആ പരിചയമാണ് ഞങ്ങളെ പ്രണയത്തിലേക്ക് നയിച്ചത്. എന്നരികിൽ വന്നുവോ നീ, എൻ മനമൊക്കെയും സ്വന്തമാക്കി ഒഴുകിയോ. ഞാനെപ്പോഴോ ഞാനല്ലതായി നിൻ ചാരത്തൊരു തണലായി, ഈ ചാരത്തൊരു തണലായി. മോളെ സൂക്ഷിച്ചേ. ശരി. ഇവനെവിടെ പോടെ? ഇവനെ കാണുന്നില്ലല്ലോടാ. മാരത്തോൺ ഓട്ടത്തിനാണല്ലോ പോകുന്നത്. ഒന്ന് നിക്ക്, എന്നെ കൂടെ ഒന്ന് കൊണ്ടുപോകും. പയ്യലൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്നാ പറ്റുന്നത്? ചേച്ചി, ഈ കൊച്ചി ഇവിടെ നിന്ന് ഇരിക്കട്ടെ. ഇവരെ പന്തനാലെ ജോസിന്റെ വീട്ടിലെ പെണ്ണ് കാണാൻ വന്നവരാ. ഇതേത് വീടാ? അവരെ തിരികെ വരുമ്പം കൂട്ടിക്കോളൂ. വാ വാ മോളെ, ഇവിടെ ഇരിക്കാം. വാ. ഇതാ വീട്. രാജീവ്, ഞാനല്ല കൊണ്ടിരുന്നേ. എടാ, എൻ്റെ കൊച്ചന് തീർച്ചയായിട്ടും. 28 ഇതെങ്കിലും തീർച്ചയായിട്ടും നടത്തിയിരിക്കും ഞാൻ. ഭാഗ്യമാണ്. അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ. അവരാണല്ലോ. വാ. എൻ്റെ രാവിച്ചേട്ടാ, രാവിച്ചേട്ടൻ 2 ദിവസമായിട്ട് വിളിക്കുവാണല്ലോ. എന്താ ഫോൺ എടുക്കാത്തെ? 2 ദിവസമായി എൻ്റെ ഫോൺ കേടായിട്ട്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. 2 ദിവസം മുമ്പ് മോളുടെ ഓഫീസിൽ നിന്നൊരു ആലോചന വന്നിരുന്നു. അവക്കൂടി ഇഷ്ടമായതുകൊണ്ട് ഞങ്ങളതങ്ങ് ഉറപ്പിച്ചു. ഈ കാര്യം ഒന്ന് പറയാൻ വേണ്ടിയാണ് 2 ദിവസമായിട്ട് രാജേട്ടനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. രാജുച്ചേട്ടാ, ഈ യാത്രയെങ്കിലും നിങ്ങൾക്ക് ഒഴിവാക്കാമായിരുന്നല്ലോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ? സാരമില്ലടാ, ഇത് നമ്മുടെ വിധിയാ. വാ, ചായ കുടിച്ചിട്ട് പോവാം. ഇല്ല, ഞങ്ങൾ പോവാം. വാടാ. ഏതായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് ഒരു ചായ കുടിച്ചു പോകുന്നില്ലേ? അതല്ലേ ശരി? അതല്ല ശരി, നേരെ ഞങ്ങനാ ശരി. അത്താ ശരി. നടക്ക്. വാടാ വാടാ, വാ, വാ, പോ. അതാ ശരി. ഈ സ്റ്റെപ്പൊക്കെ ആരാ ഇവിടെ ഉണ്ടാക്കി മഞ്ജു, വെച്ചു? നോക്കി ഇറങ്ങ് കേട്ടോ. വീട്ടിലോട്ട് വാട്ടോ, ബാക്കിയെല്ലാം തരാം. ഇയാടെ 25 പെണ്ണ് കാണലും. ആ ചായ കുടിച്ചാൽ എനിക്കും ലാഭമാണ് ഞാനും വിചാരിച്ചത്. നീ കുറഞ്ഞ നാളുടെ എനിക്ക് ലാഭം ഉണ്ടാക്കി തരുന്നുണ്ടല്ലോ.
അറിയില്ലേ? ബ്രോക്കറാണോ? നിങ്ങൾ ആരുടെ എന്തെങ്കിലും കടം മേടിച്ചിട്ടുണ്ടോ? നിന്റെ അപ്പനാ കടം മേടിച്ചു. പോയി വിളിച്ചോണ്ട് വാടാ. ചേട്ടായി പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ. ബാ മോളെ ബാ, വീട്ടിൽ പോ. നമ്മുടെ അപ്പൻ എന്താ പറഞ്ഞെന്നറിയാവോ? അവളുടെ ഇഷ്ടം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാധിച്ചു കൊടുക്കാനാ പറഞ്ഞു. ചെല്ലും മോളെ ചെല്ലും. ചേട്ടനല്ലേ വിളിക്കുന്നേ? ഇപ്പം ഞങ്ങൾ പോവുക. നല്ലൊരു സമയം നോക്കി ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരും. ദൈവമേ, ഇതൊക്കെ ആരാണത്? ശരി ശരി ചേട്ടാ. അങ്ങനെ എൻ്റെ മഞ്ജുനാഥനും ഒരു സുന്ദരി പെണ്ണിനെ കിട്ടി. അപ്പൊ എന്റെ കാര്യോ? നിങ്ങളുടെ കാര്യം ആ. ഹുദാഹവ. നീ എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ? അതാ എന്റെ പേടി.